മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തെ നിസ്സാരവൽക്കരിച്ച മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഒരു നാട് മുഴുവൻ ഒലിച്ചുപോയി എന്ന് പറയുന്നത് തെറ്റാണ്. 2 പഞ്ചായത്തുകളിലെ 3 വാർഡുകൾ മാത്രമാണ് തകർന്നത്. വൈകാരികമായി സംസാരിക്കുന്നതിൽ അർത്ഥമില്ല എന്നും വി മുരളീധരൻ പ്രതികരിച്ചു. പ്രസ്താവന പിൻവലിച്ച് മുരളീധരൻ മാപ്പ് പറയണമെന്ന് കോൺഗ്രസും CPM-ഉം ആവശ്യപ്പെട്ടു. പോയിട്ടുണ്ടോ വയനാട്ടിൽ? പോയിട്ടുണ്ടോ? അല്ലല്ല, സ്ഥലത്ത് പോയിട്ടുണ്ടോ? ഒരു പഞ്ചായത്തിലെ 3 വാർഡ്. അല്ല, അങ്ങനെയല്ല, നാട് മുഴുവൻ ഒലിച്ചു പോയി എന്നൊന്നും പറയരുത്. ഒരു പഞ്ചായത്തിലെ, ശരിയാണ്, നാട് മുഴുവൻ എന്നുള്ള വാക്കിനോട് തന്നെ എൻ്റെ ഇത്. ആയിക്കോട്ടെ. അല്ലല്ല, നിസ്സാരമല്ലല്ലോ, അതുകൊണ്ടല്ലേ. ദുരന്തബാധിതരെയും ദുരന്തത്തിൽ മരിച്ചവരെയും അപമാനിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ശ്രീ വി മുരളീധരൻ നടത്തിയിരുന്നത്. അദ്ദേഹം പറഞ്ഞത് അവിടെ 3 വാർഡല്ലേ ഉള്ളൂ. BJPയുടെ തനി നിറം എന്താണെന്ന് ഒരിക്കൽ കൂടെ ശ്രീ വി മുരളീധരൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലൂടെ പുറത്തു വന്നിരിക്കുക. ഞങ്ങളൊരു കാര്യം പറയാം, ദുരന്തബാധിതരെ വഴിക്കിട്ട് അമ്മാനമാടാൻ കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയെയും അനുവദിക്കുന്ന പ്രശ്നമില്ല. 3 വാർഡിൽ മാത്രമല്ലേ ഇത് പറ്റിയിട്ടുള്ളൂ, വയനാടിന് മൊത്തം ഇത് പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനർത്ഥം ഈ ദുരന്തത്തെ നിസ്സാരവൽക്കരിക്കുകയാണ്. ദുരന്തബാധിതരോട് ഈ സ്റ്റേറ്റ്മെന്റ് പിൻവലിച്ച് മാപ്പ് പറയാൻ ശ്രീ വി. അതിനകത്ത് എന്തുകൊണ്ടാണ് ഉത്തരവാദിത്തമുള്ള കേന്ദ്രമന്ത്രിമാരൊക്കെ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് കേൾക്കുന്ന ആളുകൾക്ക് തന്നെ അറിയാമല്ലോ, ഇങ്ങനെ പറയാൻ പാടില്ല. നിങ്ങളുടെ അക്കൗണ്ടിൽ പണമുണ്ട്, അതെടുത്ത് അങ്ങ് ചിലവാക്കി കഴിഞ്ഞാൽ മതി, ഞങ്ങൾ തരില്ല എന്ന് പറയുന്നത് പോലെയുള്ളത്. വി മുരളീധരനും കെ സുരേന്ദ്രനും ഒക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇവിടുന്ന് എന്തോ കണക്കെടുത്താലും പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ടീമുമായിട്ട് വന്ന് സ്റ്റഡി ചെയ്യുന്നുണ്ട്, അത് കിട്ടുമ്പോൾ തന്നെ കൊടുക്കുമെന്നാണല്ലോ അന്ന് പറഞ്ഞ്. ഞാൻ അവരുമായിട്ടൊന്നും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുമായിട്ടൊന്നുള്ള തർക്കത്തിനും ചർച്ചയ്ക്കൊന്നും ഈ വേദിയില്ല. മന്ത്രിസഭയും സംസ്ഥാന മന്ത്രിസഭയും കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിലുള്ള കാര്യത്തിൽ രാഷ്ട്രീയമായി പറയുന്നത് പോലെ അല്ല ചെയ്യേണ്ടത്. ഞങ്ങൾ പരമാവധി അത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയം കൊണ്ടുവന്ന് തർക്കം ഉണ്ടാക്കാൻ ശ്രമിക്കാറില്ല. അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യത്തിനകത്ത് ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അവിടെ LDF വോട്ട് ചെയ്തവരല്ല, മറ്റത് UDF-കാരാണ്, ഇത് BJP-കാരാണ് എന്ന് പറയുന്ന ദുരന്തത്തിന് നമ്മൾ സമീപിക്കാറുണ്ടോ? എല്ലാവരും ഒരേപോലെയാണ് കാണേണ്ടത്, എല്ലാ സംസ്ഥാനങ്ങളെയും ഒരേപോലെയാണ് കാണേണ്ടത്. അവിടെയും രാഷ്ട്രീയം കലർത്താൻ ശ്രമിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ കാര്യമാണ്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ LDF-ഉം UDF-ഉം ആഹ്വാനം ചെയ്ത ഹർത്താൽ വയനാട്ടിൽ പൂർണ്ണമാണ്. അഞ്ജന അനിൽകുമാർ വി മുരളീധരന്റെ പ്രതികരണത്തിന്റെ വിശദാംശങ്ങളുമായി AK അഭിലാഷ് ഹർത്താലിന്റെ വിശദാംശങ്ങളുമായി. ആദ്യം അഞ്ജനയിലേക്ക്. അഞ്ജന, വി മുരളീധരൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ്, പിന്നീട് അത് ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം അത് ന്യായീകരിക്കാൻ ബുദ്ധിമുട്ടുന്നത് കണ്ടു. എന്താണ് യഥാർത്ഥത്തിൽ വി മുരളീധരൻ പറഞ്ഞത്? സ്മൃതി, ഇന്ന് രാവിലെയാണ് വി മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത്. വയനാട് ദുരന്തത്തെ തീർത്തും നിസ്സാരവത്കരിക്കുകയായിരുന്നു വി മുരളീധരൻ. വയനാട് ദുരന്തത്തിൽ എന്തുകൊണ്ടാണ് കേന്ദ്ര സഹായം വൈകുന്നത് എന്ന ചോദ്യം മാധ്യമങ്ങൾ ആവർത്തിച്ചു ചോദിച്ചു. വി മുരളീധരൻ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയായിരുന്നു. വയനാട് ദുരന്തം എന്ന് പറയാൻ കഴിയില്ല. വയനാട്ടിൽ നിങ്ങൾ പോയിട്ടുണ്ടോ? വയനാട് കണ്ടിട്ടുണ്ടോ? വയനാട്ടിലെ ഒരു പഞ്ചായത്തിലെ 3 വാർഡുകൾ മാത്രമാണ് ബാധിച്ചിരിക്കുന്നത്. 3 വാർഡുകളിൽ മാത്രമേ അതിൻ്റെ ഒരു ആഘാതം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വികാരാതീതമായി ഇങ്ങനെ ഒരു പരാമർശം നടത്തേണ്ട ആവശ്യമില്ല. കേന്ദ്ര സഹായം വൈകുന്നതിൽ സംസ്ഥാന സർക്കാരിനെയായിരുന്നു വി മുരളീധരൻ പഴിചാരിക്കൊണ്ടിരുന്നത്. മാധ്യമങ്ങൾ ആവർത്തിച്ച് PDN എന്തുകൊണ്ട് വൈകുന്നു എന്ന് ചോദിച്ചു. ഇതിൽ കേന്ദ്രം പഠനം നടത്തുകയാണ് എന്നാണ് വി മുരളീധരൻ ആവർത്തിച്ചുകൊണ്ടിരുന്നത്. പ്രധാനമന്ത്രി അടക്കം വയനാട്ടിൽ എത്തിയതാണ്. അവിടെ വന്നിട്ടും യാതൊരുവിധ സഹായവും ഇതുവരെയും വയനാടിന് ലഭിച്ചിട്ടില്ലല്ലോ എന്ന് മാധ്യമങ്ങൾ ആവർത്തിക്കുമ്പോൾ അദ്ദേഹം ആ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുകയായിരുന്നു. സർക്കാരിന്റെ SDPRF ഫണ്ടിൽ നിന്നും വയനാടിനെ സഹായിക്കാമല്ലോ, ആ പൈസ ഇതിലേക്ക് ഉപയോഗിക്കാമല്ലോ എന്നാണ് മുരളീധരൻ ആവർത്തിച്ചുകൊണ്ടേയിരുന്നത്. PDN-നെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു. വയനാട് ദുരന്തം എന്ന് പറയുമ്പോഴും പഞ്ചായത്തിലെ 3 വാർഡുകളിൽ മാത്രമാണ് അതിന്റെ ആഘാതമുള്ളത്. 3 വാർഡുകൾ മാത്രമാണ് അവിടെ ഒലിച്ചു പോയത്. അപ്പോൾ അങ്ങനെ ഒരു അത്രമാത്രം ആഘാതം കേന്ദ്ര സർക്കാരിന് മനസ്സിലായിട്ടില്ല എന്ന രീതിയിലായിരുന്നു വി മുരളീധരന്റെ പരാമർശം. എന്തായാലും സംഭവം വലിയ രീതിയിൽ വിവാദമായിട്ടുണ്ട്. നേതാക്കൾ അടക്കം ഇതിൽ പ്രതികരിക്കുന്ന ഒരു സാഹചര്യമാണ്. KN ബാലഗോപാലും T സിദ്ദിഖും അടക്കം ഈ വിഷയത്തിൽ അദ്ദേഹം മാപ്പ് പറയണമെന്ന് തന്നെയാണ് പറയുന്നത്. വയനാട് ദുരന്തത്തെ തീർത്തും നിസ്സാരവത്കരിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ അടക്കം ഈ വാർത്താ സമ്മേളനം കഴിഞ്ഞിട്ടും അദ്ദേഹം ന്യായീകരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, വയനാട്ടിൽ നിങ്ങൾ പോകാത്തത് കൊണ്ടാണ്, ഈ പ്രശ്നബാധിത മേഖല താൻ സന്ദർശിച്ചതാണ്. അപ്പോഴും ഈ പഞ്ചായത്തിലെ 3 വാർഡുകളിൽ മാത്രം അവിടുത്തെ ജനങ്ങൾക്ക് മാത്രമാണ് ഇതിൻ്റെ ഒരു ആഘാതം സംഭവിച്ചത് എന്നാണ് വി മുരളീധരൻ ആവർത്തിച്ചുകൊണ്ടിരുന്നത്. സ്മൃതി, ശരി. AK അഭിലാഷിലേക്ക്. അഭിലാഷ്, ഇന്നിപ്പോൾ LDF-ഉം UDF-ഉം ഹർത്താൽ
ഹർത്താൽ ആചരിക്കുന്ന ദിവസമാണ്. കേന്ദ്രത്തിന്റെ സഹായം ലഭിക്കാത്തതിൽ ഹർത്താൽ ആചരിക്കുന്ന ദിവസമാണ് ഈ തരത്തിലുള്ള ഒരു പ്രതികരണം മുൻ കേന്ദ്രമന്ത്രിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതിൽ പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഈ കേന്ദ്ര സഹായത്തിന് ലഭിക്കാത്തതിന്റെ നിലപാട് തന്നെ, കേന്ദ്രത്തിന്റെ നിലപാട് തന്നെയാണ് ഒരുപക്ഷെ വി മുരളീധരന്റെ പ്രതികരണത്തിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. 3 വാർഡുകൾ മാത്രമല്ലേ ഒലിച്ചു പോയിട്ടുള്ളൂ. ഇപ്പോൾ C3 കാറ്റഗറിയിൽ പെടുത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്നതിന്റെ ഉത്തരമായി തന്നെ മാറുകയാണ് വി മുരളീധരന്റെ പ്രതികരണം. തീർച്ചയായിട്ടും ദുരന്തബാധിതരെ ആശങ്കപ്പെടുന്ന ഒരു വിശദീകരണം അല്ലെങ്കിൽ അത്തരമൊരു പ്രസ്താവന തന്നെയാണ് വി മുരളീധരൻ്റെ ഭാഗത്തുണ്ടായതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ ഈ ചൂരൽമലയിലും അതോടൊപ്പം തന്നെ മുണ്ടക്കൈയിലും ഒക്കെ ആളുകളുമായി സംസാരിച്ചപ്പോഴും അവർ അത് തന്നെയാണ് പറയുന്നത്. ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ ഹർത്താൽ യാതൊരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. പക്ഷേ വലിയ തരത്തിലുള്ള പ്രതിഷേധമുയർന്നു. ഹർത്താൽ 100% വിജയത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്ന ആ ഒരു ഘട്ടത്തിലാണ് വി മുരളീധരൻ്റെ ഇത്തരത്തിലുള്ള പ്രസ്താവന വന്നിരിക്കുന്നത്. ഏതായാലും ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു, മാതൃകാപരമായുള്ള ഒരു പ്രതിഷേധ പരിപാടി തന്നെയായിരുന്നു ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. അതായത് റോഡുകൾ ഉപരോധിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ വാഹനങ്ങൾ തടയുന്നുണ്ട്. പക്ഷേ ഏതാണ്ട് 20 അല്ലെങ്കിൽ 15 മിനിറ്റ് മാത്രം തടഞ്ഞതിന് ശേഷം ആ വാഹനങ്ങളെ കടത്തിവിടുന്ന ഒരു രീതിയായിരുന്നു ഇവർ പിന്തുടർന്നത്. അതായത് ഇപ്പോൾ തന്നെ ദുരന്തബാധിതരായ ആളുകളെ കൂടുതൽ ദുരന്തത്തിലേക്ക് അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിടരുത് എന്നുള്ള ഒരു വിചാരം അവർക്കുണ്ടായിരുന്നു. ആ ഒരു നിലയിൽ തന്നെയായിരുന്നു അവർ ഈ പ്രതിഷേധ പരിപാടിയെ, ഹർത്താലിനെ കാണുകയും ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പോൾ വി മുരളീധരൻ്റെ പ്രസ്താവന ഈ ഘട്ടത്തിൽ വരികയും ചെയ്തത്. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിലപാടായി തന്നെ ഇവർ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ഒരു സഹായവും നൽകാതെ തന്നെ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തുന്നതോട് കൂടി തന്നെ അവഹേളിക്കുകയാണ്, വഞ്ചനാപരമായ ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് അവർ പറയുന്നത്. ഏതായാലും നമുക്ക് ഇവരുടെ പ്രതികരണത്തിലേക്ക് തന്നെ പോകാമെന്ന് തോന്നുന്നു. എങ്ങനെയാണ് വി മുരളീധരൻ്റെ പ്രസ്താവനയെ കാണുന്നത്? വി മുരളീധരൻ്റെ പ്രസ്താവന ഏറ്റവും തരം താഴ്ന്ന പ്രസ്താവനയാണ്. ആ തരം താഴ്ന്ന പ്രസ്താവന എന്ന് പറയുമ്പോൾ തന്നെ ഈ ദുരന്ത ബാധിതരെ മുഴുവൻ അവഹേളിക്കുന്ന ഒരു പ്രസ്താവനയാണ് വി മുരളീധരൻ നടത്തിയിട്ടുള്ളത്. കേന്ദ്ര സഹായം തരാത്ത, ഒരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ ഇവിടുത്തെ ജനം മുഴുവൻ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മുൻ കേന്ദ്രമന്ത്രിൻ്റെ കയ്യിൽ നിന്ന്, അത് BJP നേതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ പ്രതികരണം. ഇത് തികച്ചും മനുഷ്യത്വരഹിതമാണ്. ഒരു ഉത്തരവാദപ്പെട്ട ഒരു പൊതുപ്രവർത്തന, ഒരു പാർട്ടിയുടെ നേതാവ്, മുൻ മന്ത്രി ഇത്തരത്തിലുള്ള വളരെ മോശമായ പ്രസ്താവന ഇറക്കിയത് ഈ നാടിന് അപമാനമാണ്. ഇവിടെ മുണ്ടക്കൈ ചുമല ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 100 കണക്കിന് കുടുംബങ്ങൾ ഇന്ന് ഗത്യന്തരമില്ലാതെ നട്ടം തിരിയുകയാണ്. ഇത് തന്നെയാണ് ഇവർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോഴും ഈ ദുരന്ത ബാധിത മേഖലയിലുള്ള ആളുകൾ ബുദ്ധിമുട്ടുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. കാരണം ഇപ്പോൾ വാടക കിട്ടാത്ത പ്രശ്നമുണ്ട്, വീടുകൾക്ക് വാടക ലഭിക്കാത്ത വിഷയങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ ജീവിത മാർഗം തന്നെ അടഞ്ഞു പോകുന്നൊരു സ്ഥിതിയുണ്ട്. നമുക്കിപ്പോൾ ഇതാ ഒരു ഭിന്നശേഷിക്കാരനായ ഒരു അബൂബക്കർ എന്ന് പറയുന്ന ഒരാൾ കൂടി നമുക്കിപ്പം ചേർന്നു. ഇദ്ദേഹത്തിന് ഓട്ടോറിക്ഷ, ഇദ്ദേഹം ഉപജീവന മാർഗം എന്ന് പറയുന്ന ഓട്ടോറിക്ഷയാണ്. അതിന് കൽപ്പറ്റയിൽ പെർമിറ്റ് കിട്ടിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് പറയാനുള്ളത്? എനിക്ക് പെർമിറ്റ് കിട്ടാൻ അവിടെ കൽപ്പറ്റ ഓടാനുള്ള പെർമിറ്റില്ല. ഞങ്ങൾക്ക് ജീവിക്കാൻ യാതൊരു മാർഗവുമില്ല. ഓനാ ഓട്ടോറിക്ഷ ഓടിച്ചിട്ടാണ് നമ്മളെ ജീവിതം കഴിഞ്ഞിരുന്നത്. എന്തുകൊണ്ടാണ് പെർമിറ്റ് കിട്ടാത്തത്? പെർമിറ്റ് കിട്ടാന്ന് ഞങ്ങളിപ്പം ഇവിടുന്ന് മുണ്ടക്കൈ ചൂരമലയായിരുന്നു വണ്ടി ഓടിയുന്നത്. ആ പെർമിറ്റ് പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ പെർമിറ്റ് കിട്ടൂ എന്നാണോ? ആ അങ്ങനെയല്ല, അവിടുന്ന് പോയതുകൊണ്ടാണ് കിട്ടാത്തത്. ഇപ്പം ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിലാണ് താമസം. അവിടെ താമസമില്ലാത്തതുകൊണ്ട് പെർമിറ്റ് കിട്ടുന്നു അല്ല, അവിടെയാണ് ഇപ്പോൾ നമ്മൾ താമസിക്കുന്നത്. നമ്മളിപ്പോൾ അവിടെ പോയി കൂടിയല്ലേ, വീടാകണ വരെ അവിടെ വാടകയ്ക്ക് അവിടെയാണല്ലോ. അപ്പോൾ അവിടെ അതുവരെ ഓടാനല്ലേ പെർമിറ്റ് കിട്ടാൻ മാർഗമല്ല. ഇത്തരത്തിൽ നിരവധിയായ പ്രശ്നങ്ങളാണ് ഇവിടുത്തെ ആളുകൾ അഭിമുഖീകരിക്കുന്നത്. കാരണം ഈ ഒരു ഘട്ടത്തിലാണ് കേന്ദ്ര സഹായം ലഭിക്കുന്നില്ല, സംസ്ഥാന സർക്കാരിൻ്റെ സഹായം ലഭിക്കുന്നില്ല, ഇവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങളടക്കം പാതി വഴിയിൽ നിൽക്കുന്നു. ഇവർക്ക് ആകെ പ്രതീക്ഷയറ്റു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരുന്ന ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഒരു മുതിർന്ന നേതാവിൽ നിന്ന് ഇത്തരത്തിലുള്ള പരാമർശം വരുന്നത്. അത് ഇവരെ കൃത്യമായി വേദനിപ്പിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഇപ്പോഴും ഏതാണ്ട് 40-ലേറെ ആളുകൾ ഇനിയും മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്താനുണ്ട്. അവരെ കണ്ടെത്താനുള്ള യാതൊരു പ്രവൃത്തിയും ഒരു ഭാഗത്ത് നടക്കുന്നില്ല. അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടി വരുമ്പോൾ തങ്ങളുടെ ജീവിതം ഇരുളടയുന്നോ എന്നുള്ളൊരു ഭയം കൂടി അവർക്ക് മുന്നിലുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. സ്മൃതി. ശരി, AK അഭിലാഷും അഞ്ജനയുമാണ് വിവരങ്ങൾ നൽകിയത്.